ഗൈസ് കേറി വരുമ്പോൾ കാണുന്നതാണ് നമ്മുടെ നികിയെ. ഞാനേ ഈ നിൽക്കുന്നത് ഒരു വീടിന്റെ ഹാളിലാണ്. എന്താ ഒരു ഭംഗി എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫ്രെയിം കാണാൻ വേണ്ടിട്ട്. നല്ല മഴയാ പുറത്ത്. ആ മഴ ശരിക്കും നമുക്ക് ഈ വീടിന്റെ അകത്തിരുന്നു കൊണ്ട് അറിയാനും അതിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനും വേണ്ടി പറ്റുന്നുണ്ട്. കാണുന്നില്ല മുകളിലോട്ട് നോക്കിയേ, നല്ല മഴ പെയ്തിട്ട് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ വീട്ടിൽ ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകളുണ്ട്, നല്ല കാഴ്ചയുണ്ട്. ഈ വീടും വീട്ടുകാരെയും കാണിച്ചു തരാം. അത് കൂടാതെ ഈ ഫ്രെയിമിലേക്ക്, ഈ ഭംഗിയുള്ള ഈ ഒരു ഫ്രെയിമിലേക്ക് ഒരാൾ വരാനുണ്ട്, നല്ല സുന്ദരിയായിട്ട്. ആരായിരിക്കും നിങ്ങൾ തന്നെ പറ. അല്ലെങ്കിൽ ആളിപ്പോ വരും, അതും കൂടി കാണാം. അപ്പൊ ആള് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ വീടൊന്ന്, മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കണ്ടില്ലേ, നല്ല മഴയത്ത് മഴവെള്ളം ഇങ്ങനെ വീണിട്ട് അതിവിടെ ഇങ്ങനെ ഈ നാലുകെട്ടിലൊക്കെ അല്ലേ നമ്മളിങ്ങനെ കാണാറ്, അതുപോലെ ഒരു നാലുകെട്ട് എന്ന് തന്നെ പറയാത്ത ഈ വീടിന്റെ ഒരു രീതി കണ്ട ഇവിടെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൂടാതെ അതിന്റെ തൊട്ട് മുന്നിലായിട്ട് നല്ലൊരു കൃഷ്ണ വിഗ്രഹം, ഇത് കണ്ട നല്ല ഭംഗിയുള്ള ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ട്. ഇവിടെ ഇപ്പൊ രാമായണ മാസം ആയതുകൊണ്ട് ഇവര് രാമായണ പാരായണമൊക്കെ നടത്തുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒരു വിഗ്രഹമൊക്കെ ഇവിടെ വെച്ചേക്കണത്. പിന്നെ ഞാൻ നോക്കിയിടത്തോളം എനിക്ക് തോന്നുന്നു ഇവര് ഒരു കൃഷ്ണ ഭക്തയാണെന്ന് തോന്നുന്നു. കാരണം കൃഷ്ണന്റെ വിഗ്രഹങ്ങളാണ് കൂടുതലും കാണുന്നത്. ഇതും കൃഷ്ണനുമായി ബന്ധപ്പെട്ട തന്നെ. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കാണാം കൃഷ്ണ വിഗ്രഹം. പിന്നെ ഇതൊരു നീലക്കാർ വർണ്ണൻ അല്ലെ. ഇവിടെ ഉണ്ട് കൃഷ്ണന്റെ ആദ്യം. അങ്ങനെ മൊത്തത്തിലൊരു കൃഷ്ണമയമാണ് ഇവിടെ. അപ്പൊ ഒരുപാട് നല്ല ഫ്രെയിമുകൾ ഉണ്ട് ഈ വീട്ടിലിട്ടാ. അപ്പൊ വീടൊക്കെ ഫുള്ളായിട്ട് കാണിക്കാം, ഈ വീട്ടുകാരെയും കാണിക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ ആട്ടുതൊട്ടിൽ കേട്ടാ. വേണ്ട, ശരിക്കും പറഞ്ഞ ഈ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഇവിടത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും വ്യൂ ഉണ്ടാവുക. ഇവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ആടാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇനി വീട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഇവരെ കൂടി പരിചയപ്പെടുത്താം. പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പുതുതായിട്ട് അവരെ കൂടി പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ സുനിയേട്ടന്റെയും വിനീതേച്ചിന്റെയും വീടാണ്. അവരിവിടെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ബിസിനസ്സും ഉണ്ട്, അതും കൂടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പൊ ദേ ഇതാണ് ഈ വീടിന്റെ ഉടമസ്ഥനും ഉടമസ്ഥയായിട്ടുള്ള സുനിയേട്ടനും വിനിതേച്ചി. നമസ്കാരമുണ്ട്. അന്ന് നമ്മള് ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു 1.5 വർഷമായില്ലേ വന്നിട്ട്. നമ്മള് കഴിഞ്ഞ ഓണത്തിന് മുമ്പാണ് അതെ വന്ന് ഇവരെ പരിചയപ്പെട്ട് വീടെല്ലാം കാണിച്ചിരുന്നു. കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോ ഓർമ്മയുണ്ടാവും ഈ വീഡിയോ കണ്ടതും നിങ്ങളെ കണ്ടതല്ലായിട്ട്. വീട് കണ്ടതും നിങ്ങളെ കണ്ടതല്ലോ. അതെ അതെ, ഇവര് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഏതാ ചാനലിന്റെ പേരെന്നാ? തേരാപ്പാര മല്ലൂസ്. അപ്പൊ അത് കൂടാതെ ഇവർക്ക് വേറൊരു സംഭവം ഉണ്ട്. അന്ന് നമ്മളത് പരിചയപ്പെടുത്തി. ഇവര് ഒരു എന്താ പറയാ ഡ്രസ്സിന്റെ ഒക്കെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണ്. നല്ല നല്ല സാരി, വെറൈറ്റി സാരീസ് ഒക്കെ കിട്ടും ഇവരുടെ അടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ചുരിദാറൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, കുർത്തിയൊക്കെ. അപ്പൊ ഇപ്പൊ ഓണത്തിന് കുറച്ച് നമ്മള് റെഡിമെയ്ഡ് ബ്ലൗസ് ഒരുപാട് പേർക്ക് അറിയാം. അതെ അതെ, അപ്പൊ ഓണത്തിനിപ്പം ഓണത്തിന്റെ കുറച്ച് ട്രെൻഡ് നോക്കി സാധനം വന്നിട്ടുണ്ട്. ഇതൊന്നും അല്ല, ഇതാ പെട്ടിയിൽ നിറച്ച് സാധനങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ബ്ലൗസ്, ഇതുണ്ട സാരീസ്, ബ്ലൗസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ആ ഒരു റൂമില് ഇഷ്ടം പോലെ സാധനമുണ്ട്. നികി ഇപ്പൊ മാറ്റാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാ. നികി ഇവിടെ നിന്ന് നല്ലൊരു സാരി സെലക്ട് ചെയ്തിട്ട് ഒരു ബ്ലൗസും എടുത്തിട്ട്, ബ്ലൗസ് പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് അല്ലേ, ഒന്ന് കാണിച്ചേ. ബ്ലൗസ് സ്പോട്ടിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. കാരണം വെറൈറ്റി ബ്ലൗസുകളുണ്ട്. ഇത് ഡിസൈൻസ് ഒക്കെ വരുന്ന അല്ലേ? അങ്ങനെ ആക്കിയത്. ബ്ലൗസ് ഒരുപാട് സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇവര്. ഇതുണ്ട് വെറൈറ്റി ബ്ലൗസുകൾ. ഏത് കളർ, ഏത് സാരിക്കും മാച്ച് ആവുന്ന തരത്തിലല്ലേ എടുക്കാറുണ്ട്. അപ്പൊ ഇവര് ഓൺലൈൻ വഴി ഇത് അയച്ചു കൊടുക്കും. ഇതിന്റെ പേര് ഞാൻ പരിചയപ്പെടുത്തിയില്ല. ഇതാ RV സൈൽ എന്നാണ്, ബൈ വിനി. ഇതാണ് ഇവരുടെ ഒരിത്. അപ്പോൾ അവിടെ ടോപ്പുകളൊക്കെ കാര്യങ്ങളൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് തേരാപ്പാര മല്ലൂസ് തന്നെ അല്ലേ? ഞാൻ അതുവരെ കൊടുത്തേക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ കളക്ഷൻസ് ഒക്കെ കാണാം. അപ്പൊ അത് കൂടാണ്ട് ഞാനിവിടെ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് കാണിച്ചു തരാം. നല്ല നല്ല മോഡൽസ് ഇതുണ്ട്. ഇതൊക്കെ എന്താ ടിഷ്യൂ എന്താ പറയില്ല അല്ലേ? ടിഷ്യൂ മെറ്റീരിയല്. ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ബ്ലൗസത്തിന്റെ ഒരു മെറ്റീരിയൽ നല്ല ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സാരി ഇപ്രാവശ്യം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണിച്ചുള്ളതൊക്കെയാണ് ഇപ്പം എല്ലാവർക്കും ട്രെൻഡ് ആണല്ലോ. അതെ. അപ്പൊ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുത്താൽ പോരെ? മതി.
കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. കേരളത്തിൽ എവിടെയാണെങ്കിലും അയക്കും. കേരളത്തിലും പുറത്തും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യുഎസിലും കാനഡയിലൊക്കെ അയച്ചു. ആണോ? അപ്പൊ ഇന്റർനാഷണൽ ആണ്. അപ്പൊ ഒരുപാട് നല്ല ഇതില് അതെ അല്ലെ, അവിടെ യുഎയിലൊക്കെ ഇതുപോലുള്ള സാരിയും ബ്ലൗസും ഒക്കെ അവര് മേടിച്ചിട്ട് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. സെയിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ നമുക്ക് കുറെ അയച്ചു കൊടുക്കണ്ടല്ലേ. ഓർഡർ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സാരി ബ്ലൗസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. എവിടെയായാലും അയച്ചു കൊടുക്കും. കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ നല്ല, ഇന്ത്യക്ക് പുറത്തായാലും അയച്ചു കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സാരി ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നിക്ക് ഇപ്പൊ സാരിയൊക്കെ കൊടുത്തിരുമ്പോ നമുക്ക് കാണാം. അപ്പൊ അതെ അതെ, അപ്പൊ എന്തായാലും പെട്ടെന്നുള്ളൊരു സാരി കൊടുക്കലാണ്, അതുകൊണ്ട് എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഞാൻ നമ്പർ കൊടുക്കാം ഇവരുടെ. നിങ്ങൾക്ക് സാരീസ് ഓണത്തിൻ്റെതുമായി ബന്ധപ്പെട്ട സാരീസോ ബ്ലൗസസോ ഒക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ധാവണി ഉണ്ടല്ലേ? ധാവണി കാണിച്ചില്ല നമ്മള്. ഇത് നമ്മുടെ പേജിൽ തന്നെ ഇനിയിപ്പം പിന്നെ ഓരോ 1 by 1 ആയിട്ട് വീഡിയോ വരാനിരിക്കുന്നത്. ഇപ്പൊ കയറി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇട്ട വീഡിയോ മാത്രമേ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി കൂടുതലുണ്ട്. അതെ, അപ്പൊ ഇവരുടെ പേജിൽ കയറി ഒന്ന് നിങ്ങൾക്ക് അപ്ഡേഷൻ അറിയണമെങ്കിൽ പേജ് ഒന്ന് ഇവരുടെ കയറിയിട്ട് ഫോളോ ചെയ്ത് വെച്ചാൽ മതി. ഫ്രഷ് ആണ്, നമ്മളൊന്നും എടുത്തില്ല, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടില്ല. ഇതിപ്പോഴത്തെ ട്രെൻഡ് വീഡിയോ ചെയ്യണത്രേ. മദ്രാസ് സെക്കിന്റെ മദ്രാസ് ഇതാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ? ഇതെല്ലാം ലേഡീസിന് മനസ്സിലാവും. മൽക്കോട്ട സാരി ഇതാണ്. മൽക്കോട്ടൻ സാരി ഇത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. കുറെ സ്റ്റോക്ക് ഔട്ട് ആയി. റീസ്റ്റോക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതെ അല്ലെ, മൽക്കോട്ടൻ സാരി അല്ലേ? ഇപ്പൊ ചെക്കാണ് കളിക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ കളിക്കുന്ന തരത്തിലുള്ള ട്രെൻഡുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ, ഓർഡർ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. നിങ്ങൾക്ക് ഒരു പേടിയും വിചാരിക്കണ്ട, നമ്മുടെ സ്വന്തം ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഇതിന്റെയൊക്കെ വില കാര്യങ്ങളൊക്കെ ഇവർ തന്നെ വിളിച്ചു ചോദിക്കും. ഞാൻ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട്, ബ്ലൗസ് ഒക്കെ നമ്മൾ വളരെ കുറഞ്ഞ വിലക്കല്ലേ കൊടുക്കുന്നത് എല്ലായിടത്തേക്കാട്ടും. എത്രക്കാ നമ്മൾ ഈ തവണ കൊടുക്കുന്നത് ബ്ലൗസ്? 199 രൂപക്ക് സാധനം അയച്ചു കൊടുക്കും അല്ലേ? 199 പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൊടുക്കും. ഓണത്തിന്റെ പ്രോഗ്രാം ഒക്കെ ഉള്ളവരൊക്കെ അങ്ങനെ വാങ്ങും. അപ്പൊ ഇപ്പൊ 230, 250. അപ്പൊ ഈ ഡ്രസ് കോഡായിട്ട് വാങ്ങുന്നവർക്ക് കിട്ടും അല്ലേ? കൃത്യമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിച്ചോ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചു വന്നത് വീടിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ? വീടിന്റെ ഓരോ മുക്കും മൂലയും ഞാൻ കാണിക്കാം. എനിക്കിത് കണ്ടപ്പോ തന്നെ ശരിക്കും പറഞ്ഞ ഇവിടുന്ന് നമ്മൾ കേറുമ്പോ തന്നെ ഉള്ളൊരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഡിസൈനൊക്കെ സുനിയേട്ടൻ തന്നെയാണോ ചെയ്തത്? ഇത് ശരിക്കും പറഞ്ഞ ഒറ്റ നിലയിലുള്ളൊരു വീടാണ് അല്ലേ? ഒരു 4 കെട്ട് സ്റ്റൈൽ അല്ലേ? എത്ര സ്ക്വയർ ഫീറ്റ് വീടായത്? 2200 സ്ക്വയർ ഫീറ്റ് ഒറ്റ നിലയിലാണ്. ഞാൻ ആദ്യം തന്നെ ഇതിന്റെ പുറം ഭാഗത്ത് കാണിക്കാം. ഇതിന്റെ മുറ്റം തൊട്ട് ഞാൻ ഒന്ന് കാണിക്കാം നിങ്ങളെ. അന്ന് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കാണാമല്ലോ. ചിലപ്പോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും, അവര് ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും ഈ ആംഗിളിൽ നിന്നാണ് എനിക്ക് വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ആംഗിളിൽ ഒരു വൈഡ് ഫ്രെയിമിൽ ഞാൻ ജസ്റ്റ് വീടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വീടിൻ്റെ സ്റ്റൈല്. ശരിക്കും ഒരു നമ്മുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ്. ട്രഡീഷണൽ 4 കെട്ട് സ്റ്റൈലാണ്. അത് ഇവിടെ ഇങ്ങനെ നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. ഇത് കണ്ട, നമ്മൾക്ക് വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് നിൽക്കാനും അതിൽ ഇങ്ങനെ നല്ല നല്ല ഫ്രെയിമുകളൊക്കെ കിട്ടും. കണ്ട, ഇതാണ് ഇവിടെ നിന്നൊരു ഇത് കണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ ഏത് സൈഡിലേയും കയറാൻ പറ്റുന്ന നല്ല വിശാലമായ ഒരു വരാന്ത. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്, ഈ വരാന്തയാണ് കേട്ടോ. പിന്നെ ഇത് തേച്ചിട്ടില്ല. ഈ ഒരു കല്ല് നമ്മുടെ കണ്ണൂര് ചെത്തുകല്ല് ആയതുകൊണ്ട് തന്നെ അത് നല്ല പോളിഷ് ചെയ്ത് ഭംഗിയാക്കിയേക്കുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞതുപോലെ വരുന്നുണ്ടോ? ആണോ? റെഡി. അപ്പൊ എന്തായാലും കാണിച്ചേക്കാം ഗൈസ്. കയറി വരുമ്പോൾ കാണുന്നതാണ് നമ്മുടെ നികിയെ. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളു നികി. കുറച്ചിങ്ങോട്ടേക്കടി സൈഡിലോട്ട്. അപ്പൊ വള ഇവിടെ നിന്ന് ചോദിച്ചാൽ മതി ചേച്ചിനോട്. ഇതാ നിന്റെ പ്രിയപ്പെട്ട കൃഷ്ണന്റെ അടുത്ത്. അപ്പൊ എന്തായാലും നികിനോട് ഒരു സാരി എടുത്ത് ജസ്റ്റ് പെട്ടെന്ന്, ഇവള് വിചാരിച്ചതല്ല, ഞാൻ ഇവളോട് പറഞ്ഞതാണ് പെട്ടെന്നൊന്നും എടുത്തു വരാൻ വേണ്ടിട്ട്. സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഫ്രെയിമില് സാരിയെ കൊടുത്ത് നിൽക്കുമ്പോ ഒരു ഭംഗിയുണ്ട് കാണാൻ
ആ അപ്പൊ ഞങ്ങൾ സാരിനെ പറ്റിയൊക്കെ പറഞ്ഞു, പരിചയപ്പെടുത്തി. എല്ലാം പറഞ്ഞില്ലേ, ഞാനായിട്ടൊന്നും പറയണ്ടല്ലോ. നീ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് സാരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓണത്തിന്റെ ഒരുപാട് കളക്ഷൻ. നീക്ക് ഇവിടുത്തെ സാരി ഇതാണ്. ഇത് നല്ല ഉടുക്കാൻ നല്ല സുഖമുണ്ട്. ടേച്ചിട്ടേതാ അങ്ങോട്ട് ചെല്ലും ഹോട്ടല് ബ്ലൗസായി അല്ലേ? സാരിയുമായി നല്ല ഭംഗിയുണ്ട്. എന്തായാലും എനിക്ക് കൊടുത്തിട്ട് നല്ല രസം തോന്നുന്നുണ്ട്. ഒരു അമ്പലത്തിലൊക്കെ പോയി വരുന്ന ഒരു ഓണം സ്റ്റൈലിലൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാനേ നിന്നെ കാണിക്കാനെ കൂടുതൽ വീട് കാണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നീക്ക് ഇറങ്ങി വന്നത്. ആ അപ്പൊ എന്തായാലും വീടിന്റെ ഞാൻ പറഞ്ഞു തുടങ്ങി അല്ലെ? എനിക്ക് മഴ കുറഞ്ഞു, ഇത്ര നേരം നല്ല മഴയുണ്ടായി. ഇവിടെ കൃഷ്ണന്റെ ആറാട്ടാ. ഇവിടെ കൃഷ്ണൻ, അവിടെ കൃഷ്ണൻ, അപ്പുറം കൃഷ്ണൻ. അതെ ആ എന്തായാലും ഞാൻ അങ്ങനെ ഓടിച്ചൊന്ന് കാണിച്ചു പോവാം. ഇതാണ് നമ്മുടെ, എവിടെ നോക്കിയാലും ഡ്രസ്സാട്ടാ കണ്ട, ഫുൾ സാരീസ് ഒക്കെ ഇവിടെ അട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്, നമ്മുടെ വാഷ് ഏരിയ. പിന്നെ ഡൈനിങ് ഏരിയയിൽ നല്ലൊരു ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ ഇന്ന് എന്തോ സ്പെഷ്യലൊക്കെ ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ വരുന്നതുകൊണ്ട് അതെന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. നല്ല വിശാലമായ ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറയാം അല്ലേ? ശരിക്കും കിച്ചണിൽ ഇരുന്നു കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഈ മഴയൊക്കെ ആസ്വദിക്കാം. വേണമെങ്കിൽ ക്ഷീണിച്ച് കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ഊഞ്ഞാലാടാം അല്ലേ? ഊഞ്ഞാലാടിക്കൊണ്ട് വീണ്ടും വന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഒരു പോസിറ്റീവ് വൈബ് അല്ലേ? അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പ്, കല്ലൊക്കെ പുറമേയൊക്കെ തേച്ചിട്ടില്ലല്ലോ. അതെ. പിന്നെ ഇതൊരു വർക്ക് ഏരിയ, നല്ല വിശാലമായ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ്. നല്ല നല്ല ഫ്രെയിമുകൾ ഉള്ള, നല്ല ഭംഗിയുള്ള അന്തരീക്ഷമുള്ള നല്ലൊരു വീട്. അപ്പോൾ ഇതാണ് വീടിനെ പറ്റി പറയാനുള്ളത് അല്ലേ? ഒരു മാല നോക്കി വന്നതാട്ടോ ഞങ്ങൾ. ഇവിടെ നിന്ന് അങ്ങനെ മാലയും സെറ്റായിട്ടുണ്ട്. എനിക്ക് മാല ഇടണം താല്പര്യം ഉണ്ടായില്ല. ആഗ്രഹം ഞാൻ പറഞ്ഞ് മാല ഇടിച്ചിരിക്കുന്ന, പക്ഷെ എനിക്ക് മാല കുഴപ്പമില്ല. പിന്നെ മറ്റേതും കൂടി, മറ്റേ മാല 2 മാല വേണ്ടാന്നൊരു തോന്നല് തോന്നി. കാണുന്നില്ല അല്ലേ? നമുക്ക് തുടങ്ങിയാലോ ഷൂട്ട്? ബാ. അപ്പം ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇവരുടെ സാരീൻ്റെ ചെറിയൊരു ആഡ് ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നികിനി സാരി ഉടുപ്പിച്ചത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മതി. സ്പോട്ടിലെല്ലാം വേണം എനിക്ക്, നമുക്ക് അതാണ് വേണ്ടത്. നോക്കാം ബാ ഗൈസ്. അപ്പം എന്തായാലും ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നിന്ന് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനായിട്ട് വേറെ എവിടെയും പോകണ്ട. എനിക്ക് തോന്നുന്നു അത്യാവശ്യമുള്ള മറ്റേ ഫോട്ടോ, മറ്റേ കല്യാണത്തിനൊക്കെ വെഡിങ്ങിനൊക്കെ എടുക്കൂലേ, അതൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം അല്ലേ? നല്ല ഭംഗിയുണ്ട്. നീ വിടിച്ചിട്ട് എനിക്ക് എവിടെ വെച്ചിട്ട് നല്ല ഭംഗി തോന്നുന്നു. ഫ്രെയിം വെച്ചിട്ട് നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി ഈ വീടും ഈ ഒരു അന്തരീക്ഷം എല്ലാം? ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇറക്കാനില്ല, നീ ഇറങ്ങരുത്, താഴ്ന്നു വീണു. ഞാൻ വന്ന് പിടിക്കാം, ഇറക്കാം. എന്തായാലും ഞാൻ പറഞ്ഞല്ല, ഇതിപ്പോ നികിനെ പോക്കുന്നല്ല, വീടിനെ പോക്കുന്നതാട്ടെ ഞാൻ. സാരിന് നന്നായിട്ടുണ്ടടി സാരി, സത്യം. സാരി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സീരിയസ്ലി. ഞാൻ അതിന്റെ ഭംഗി അവിടെ വിനിയോഗിച്ചെടുത്തു. നല്ല എനിക്ക് കളിക്കുന്നത് എനിക്ക് ചെക്കിൽ ഇഷ്ടമല്ലാത്തോണ്ടാണ് ഗൈസ്. പക്ഷെ നല്ല അതല്ലടി, ആ ബ്ലൗസ് കറക്റ്റാ, ആ സാരിക്ക് മാച്ച് പോലെ തോന്നുന്ന ബ്ലൗസ്. അതെ ഗൈസ്, എന്തായാലും വിന്ദേശി സൂപ്പർ ആയിട്ടുണ്ട് സാരിയും ബ്ലൗസും. എനിക്കിപ്പോ കുറച്ചു നേരം കഴിയുന്നതിന് ഇഷ്ടം കൂടി വന്നു. അതെ സത്യം. അല്ല, ഇനിയിപ്പൊ നികി ഉടുത്ത ഇതേ സാരി ഇതേ ബ്ലൗസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം, വിന്ദേശിനെ വിളിച്ചോളൂ, സംഭവം പെട്ടെന്ന് അയച്ചു തരും. പിന്നെ ഓണായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉടുത്തത് മീൻസ് ഈ ഉടുത്തതല്ലാട്ടാ, പുതിയതാണ്. ഇത് ഞങ്ങൾ കൊണ്ടുപോകും, നികി ഉടുത്തത് ഞങ്ങൾ കൊണ്ടുപോകും. അതല്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏതെടുക്കണം. ഇപ്പോഴും നികി വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടാണ് അതിന്റെ ഉള്ളില്. നേരത്തെ പെയ്ത മഴേന്റെ അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കും, എന്നിട്ട് ആ വെള്ളം പിന്നീട് ഇങ്ങനെ വരും. ആ രീതിയിലാണത്. ഇവിടെ മഴയില്ലെങ്കിലും അകത്ത് കയറിയാൽ നല്ല മഴയാ. അപ്പൊ എന്നാ പിന്നെ ഈ ഫോട്ടോഷൂട്ട് അങ്ങ് നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും സാപ്പിട്ടാലോ? വിശക്കാൻ തുടങ്ങി. ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഇവരാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങളൊന്നും പറഞ്ഞൊന്നും ആക്കണ്ടാന്ന്. എന്തായാലും നമുക്ക് ഉള്ളത് കഴിക്കാം അല്ലെ? നമുക്ക് എന്ത് സ്പെഷ്യലാ?
കഞ്ഞിയാണെങ്കിലും എന്തായാലും സ്പെഷ്യലാ അല്ലേ? എന്നാ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം സ്പെഷ്യലാണ്. അതാണ് നിക്ക്. അപ്പൊ എന്തായാലും ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. ഇനി ഇതെല്ലാം അഴിച്ചങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇവരുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് RV Zail by വിനി. വിനിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ RV Zail by വിനി എന്നാണ് ഇവരുടെ ബ്രാൻഡ് നെയിം. പക്ഷെ ഇവരുടെ പേജ് വരുന്നത് തേരാപ്പാര മല്ലൂസ് അല്ലേ? അപ്പൊ അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, കോണ്ടാക്ട് നമ്പറും കൊടുത്തേക്കാം. വാങ്ങേണ്ടവരൊക്കെ വിളിച്ചിട്ട് വാങ്ങിക്കോളൂ. അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ സംഭവിച്ചു. നല്ല സാരിയാണ്, നല്ല മെറ്റീരിയൽ ആണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അതെ, അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ടോപ്പുകള്, കുർത്തികള്, ലെഹങ്കകള്, ലാച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചാലോ? ശരി. അവൻ ഇത്ര നേരമായിട്ട് ഇവരുടെ വീഡിയോസുകളൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് ഇവനാണ്. എന്താ മോനെ പേര്? അദ്വൈത്. ഇവനിപ്പോ ഇവരുടെ 2 മക്കളാണ് ഇവർക്ക്. അപ്പൊ അതില് മൂത്ത ആളുടെ ഫ്രണ്ടാണ്. നേരത്തെ വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. ഞാൻ നോക്കട്ടെ ഇവൻ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എന്തുണ്ട്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. എനിക്ക് സാരിയെല്ലാം മാറ്റി അല്ലേ, മഴ മാറി, മാനം തെളിഞ്ഞു, എല്ലാം ഇവിടെ നിന്നറിയാം. അതെ, അപ്പൊ ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു. ഇവിടെ സുനിയേട്ടൻ സ്പെഷ്യൽ ആണെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം അല്ലേ എനിക്ക്. പിന്നെ അതെ, നോക്കട്ടെ നമ്മള് സുനിയേട്ടന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതെ, ചുരുക്കത്തിൽ പറഞ്ഞ ആ പാവത്തിനെ ഏൽപ്പിച്ച് പണി. എന്നിട്ട് സ്പെഷ്യൽ എന്നെല്ലാം പറഞ്ഞ് പാവത്തിന് നല്ല ഇട്ട് കൊടുത്ത്. അതാണ് സംഭവം. അല്ല നിങ്ങളും ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ട് ബിരിയാണി. നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ലതായിരിക്കും. എന്തായാലും കാണുമ്പോ നല്ല രസമുണ്ട്, നല്ല സ്മെല്ലൊക്കെ തോന്നുന്നുണ്ട്. എന്താണ് ടേസ്റ്റ് ഒന്നാറ് കിട്ടട്ടെ? അല്ല ടേസ്റ്റ് ഒന്നാറ് കിട്ടട്ടെ. ബിരിയാണി പോക്ക ചമ്മന്തിയും ബിരിയാണിയുടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോഴില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിത് വിശന്നിട്ടാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല രുചിയുണ്ട്, നല്ല രസം തോന്നുന്നുണ്ട്. അടിപൊളി. പിന്നെന്താ വേണ്ടേ? വീഡിയോ ഞാൻ ഒരുപടി കഴിച്ചോട്ടെ. എന്റെ ഭാര്യ വാങ്ങി തരുന്ന എന്റെ ഒരു ടേസ്റ്റ് കൂടി ചിലപ്പോ ഇതിൽ ഉണ്ടായിരിക്കാം. അല്ല ഞാൻ വെറുതെ പറഞ്ഞാണോ അല്ലയോ നോക്കൊന്ന് നോക്ക്. ചമ്മന്തി കൂട്ടി കുഴക്കണം. നല്ല ടേസ്റ്റ് ഇല്ലേ? നല്ല സൂപ്പറാ. പായസം കുടിക്കാൻ പറ്റില്ല, ഷുഗർ കട്ടാ. ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. പായസം ഉണ്ട് കൈസ്, പക്ഷെ ഞങ്ങളെ 1.5 മാസം ഷുഗർ, 2 മാസമായി ഞാൻ പൊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ പായസം ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാം, ബിരിയാണിയിൽ തൃപ്തി അടയാം. എന്നാ പിന്നെ നമ്മൾ കഴിക്കട്ടെ ഗൈസ്. ഓക്കെ, വിൻഡേജ് എന്താ വരാത്തെ? അച്ചാറെടുത്ത് വരട്ടെ എന്നാല്. മോനെ കഴിക്കി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞെന്ന് പറയാം. കുറച്ച് കൂടിപ്പോയി അല്ല എനിക്ക്. അപ്പൊ സുനിയേട്ടന്റെ സ്പെഷ്യൽ ബിരിയാണി ആയതുകൊണ്ട് ഒന്നും നോക്കില്ല, അവിടെ കഴിച്ച്. പായസം പിന്നെ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞങ്ങള് പായസം ചെറുതായിട്ട് കട്ടാക്കി. പക്ഷെ പ്രിയപ്പെട്ട സാധനം കട്ടാക്കുമ്പോ ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ. എനിക്ക് നല്ലൊരു സാരിയും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ, ഒന്നും പേടിക്കണ്ട. പട്ടപ്പട്ടയെന്ന് അയച്ചു തരുവര്, അതാണ് പ്രത്യേകത. സംഭവം ഓർഡർ ചെയ്യുന്ന ഇവിടെ ഇത് പാക്ക് ചെയ്യുന്ന സുനിയേട്ടൻ അപ്പടെ വണ്ടി എടുക്കുന്ന പോകുന്ന കൊടുക്കുന്ന അയക്കുന്ന സംഭവം വേഗം കിട്ടും. അപ്പൊ ഓണം കളറാക്കാം. അപ്പൊ എന്തായാലും എനിക്ക് കളറാക്കിയിട്ടുണ്ട്. ഇനി ആണുങ്ങളുടെ നിങ്ങൾ തുടങ്ങണം കേട്ടോ. നമുക്കൊന്നും ഇല്ല ഇവര് ഒരു നിങ്ങളൊരു കോംബോ എടുക്കുക, ഹസ്ബൻഡ് വൈഫ് ഒരു കോംബോ സാധനമൊക്കെ എടുക്കുക. അപ്പൊ അടുത്തതില് ഒരു കോംബോ. അതെ, അപ്പൊ എന്തായാലും നമ്മള് ഇവരുടെ വീടും ഈ വ്ലോഗും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ തേരാപ്പാര മല്ലൂസിനെ നമ്മൾ കണ്ടു. ഇനി തേരാപ്പാര അടക്കാതെ ഒരുപാട് കാലൊക്കെ ചെയ്യും. അപ്പൊ എന്താ പിന്നെ വിടാം. ബൈ.